لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യ അധ്യക്ഷൻ, ആദരണീയ ഉസ്താദുമാർ, പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാനവകുലത്തിൻ്റെ മാർഗദർശനത്തിന് മന്നാൻ മാലോകർക്ക് മുഅ്ജിസത്തായി നൽകിയ സമ്മാനമാണ് വിശുദ്ധ ഖുർആൻ. തീർത്തും മനുഷ്യത്വം നശിച്ച ഒരു സമൂഹത്തിലേക്കാണ് ഖുർആൻ അവതരിച്ചത്. ഡാർക്ക് ഏജ് എന്ന ചരിത്രം വിശേഷിപ്പിച്ച് 6-ാം നൂറ്റാണ്ടിലെ കാടൻ ജനതയെ ഖുർആനിക സംസ്കരണം പകരം വെക്കാനില്ലാത്ത സംസ്കാരത്തിൻ്റെ ഉടമകളാക്കി മാറ്റി. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം. തീർച്ചയായും ഈ ഖുർആൻ മാനവ സമൂഹത്തിന് സന്മാർഗത്തെ പഠിപ്പിക്കുന്ന സംഹിതയാണ്. അതിനാൽ ഈ ഖുർആൻ പറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചവർക്കാർക്കും കൈക്കടിക്കേണ്ടി വന്നിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് മാത്രമാണ് യഥാർത്ഥ മനുഷ്യരായി ജീവിക്കാനും സാധിച്ചിട്ടുള്ളൂ. അല്ലാഹു അല്ലാത്ത ആരുടെയും മുന്നിൽ തലകുനിക്കേണ്ടവനല്ല മനുഷ്യൻ, മറിച്ച് മൂല്യമുള്ള മുത്താണ് എന്ന തൗഹീദി പ്രഖ്യാപനത്തിലൂടെ മാനവ മൂല്യമെന്തെന്ന് പഠിപ്പിച്ച ഖുർആൻ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, വർണ്ണവർഗങ്ങളുടെ പേരിൽ വേർതിരിയേണ്ടവരല്ല മനുഷ്യൻ, മറിച്ച് സാഹോദര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഐക്യത്തോടെ മുന്നോട്ട് സഞ്ചരിക്കേണ്ടവരാണ്. വലാ തംശി ഫിൽ അർളി മർഹ, അഹങ്കാരവും അഹന്തതയും ആരും വെച്ച് പുലർത്തരുത്. അതിന് ഖുലിഖൽ ഇൻസാനു ദഈഫ, ബലഹീനനായ മനുഷ്യന് അതിനാതൊരു അർഹതയുമില്ല. അത്തരത്തിൽ ജീവിച്ചവരെല്ലാം വസ്തക്ബറു വകാനു ഖൗമൻ മുജ്രിമീൻ, പരാജയത്തിന്റെ പടുകുഴികളിലേക്ക് വഴുതി വീഴുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനാൽ പുരോഗതിയുടെ പടവുകൾ പടർത്തുയർത്താൻ ആഗ്രഹിക്കുന്നവർ, പടച്ചവന്റെ പ്രവാചകർ പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചതുപോലെ പ്രയാസത്തിലും പ്രതിസന്ധികളിലും അകപ്പെട്ട് കഴിയുന്നവർക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും വിനയത്തിന്റെയും ചിറകുകൾ വിരിച്ചു കൊടുക്കണം. അന്യരുടെ ആരാധ്യ വസ്തുക്കളെ അവഗണിക്കലും അനാഥന്റെ അന്നത്തിൽ അഴിമതി നടത്തലും അഗതികളെ അകറ്റലും ആർക്കും അർഹിച്ചതല്ല, മറിച്ച് സർവരോടും കാരുണ്യത്തോടെയും ആദരവോടെയും പെരുമാറണമെന്ന് യഥാർത്ഥ മാനവ മൂല്യത്തെ പഠിപ്പിക്കുന്ന സംഹിതയാണ് ഖുർആൻ. തന്നേക്കാൾ അറിവിലും അളവിലും ഉയർന്നവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് നൽകേണ്ട സ്ഥാനങ്ങളെ നൽകണമെന്ന് തൗഹീദിന് തടസ്സം നിന്ന പിതാവിനെ പോലും യാ അബതി യാ അബതി, എൻ്റെ പൊന്നുവാപ്പ എൻ്റെ പൊന്നുവാപ്പ എന്ന ബഹുമാന വിളിയിലൂടെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവും അറിവിൻ്റെ പേരിൽ ആദമിനെ ആദരിക്കാതിരുന്ന ഇബ്ലീസിനെ അള്ളാഹു അവഗണിച്ച സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് സർവരോടും ബഹുമാനവും ആദരവും വച്ച് പുലർത്തണമെന്നും ആരെയും അവഗണിക്കരുതെന്നുമാണ്. മനുഷ്യമൂല്യത്തെ മരവിപ്പിച്ച് കളയുന്ന മദ്യപാനങ്ങളും മോശാഹാരങ്ങളും മാറ്റിവെച്ച് കുലൂ മിമ്മാ റസഖനാകും ഹലാലൻ ത്വയ്യിബ, പരിശുദ്ധിയും പവിത്രവുമായ പലഹാരങ്ങളും പാനീയങ്ങളും ഉപയോഗിക്കണമെന്നും വയുത്ഇമൂന തആം, മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കണമെന്നും സർവർക്കും കരുണ ചൊരിയണമെന്നുമാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. മനുഷ്യനോട് മാത്രമല്ല മൃഗങ്ങളോട് പോലും മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം, നേർച്ചയുടെ പേരിൽ പോലും നിങ്ങൾ മൃഗങ്ങളെ ഉപദ്രവിക്കുകയോ അന്യായമായി വധിക്കുകയും ചെയ്യരുതെന്നും യുദ്ധഭൂമികളിൽ പോലും വൃക്ഷങ്ങളെ നശിപ്പിക്കരുതെന്നുമുള്ള യഥാർത്ഥ മാനവികതയെ മൂല്യങ്ങളെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള മാനവികതയെ പഠിപ്പിക്കുന്ന ഖുർആൻ അതിനെ പ്രായോഗികവൽക്കരിച്ച പ്രവാചക ജീവിതങ്ങളും ചരിത്രങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനോട് ചെയ്ത സർവ്വ ഉപദേശങ്ങളുടെയും അടിസ്ഥാനം നീ ആരെയും ആക്രമിക്കരുതെന്നും സർവർക്കും ഉപകാരം ചെയ്യുന്ന യഥാർത്ഥ മനുഷ്യനായി മാറണമെന്നുമാണ്. ഈ ഖുർആൻ പറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചപ്പോഴാണ് 6-ാം നൂറ്റാണ്ടിലെ ആരാലും അവഗണിച്ചിരുന്ന അറബി സമൂഹം അന്തസ്സുള്ളവരായി മാറിയത്. ഈ ഖുർആന്റെ യഥാർത്ഥ പ്രതിരൂപമാവാൻ സാധിച്ച മാനവികതയുടെ മാർഗദർശി പ്രവാചക ജീവിതത്തെ കുറിച്ച് ചോദിച്ച അനുയായിയോട് പ്രിയ പ്രവാചകൻ പറഞ്ഞത്,
പ്രിയപത്നി പറഞ്ഞത് കാന ഖുലുഖുഹു അൽ ഖുർആൻ, ആ മാനവ വസന്തം ഉപയോഗിച്ച സുഗന്ധം ഖുർആനായിരുന്നു എന്നാണ്. ഈ ഖുർആനാണ് കാട്ടാളത്തലവൻ ഉമറിനെ മനുഷ്യനാക്കിയത്. ദൈവമില്ലാതിരുന്ന രജാഗതവർക്ക് ദൈവത്തെ നൽകിയതും അവനെ മനുഷ്യനാക്കി മാറ്റിയതും. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമൻ, ഈ ഖുർആൻ പറഞ്ഞ പാതയിലൂടെ സഞ്ചരിച്ചപ്പോൾ ഒരു സമൂഹത്തിന് യഥാർത്ഥ മനുഷ്യരാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ വയളഉ ബിഹി ആഖിരീൻ, മനുഷ്യത്വം നശിച്ച് മൃഗങ്ങളെക്കാൾ മ്ലേച്ഛമായ ജീവിതത്തിൽ കഴിയുന്ന മാനവ സമൂഹം ഈ ഖുർആൻ അവഗണിച്ചതിൻ്റെ പേരിലാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനാൽ ഈ ഖുർആൻ എന്ന യഥാർത്ഥ മാനവ വിളക്കിനെ സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അതിനെ ഉൾക്കൊണ്ട് ജീവിക്കാനും നാഥൻ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.